മുഴുവനും കറാമത്തായി കൂട്ടരുത്, അതേ അത്ഭുതങ്ങളായി കൂട്ടരുത്. പലരുടെ ഭാഗത്തിനൊന്നും പല അത്ഭുതങ്ങളും മുമ്പ് കാലത്തും പ്രകടമായിട്ടുണ്ട്, പല രൂപത്തിലും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരതിനെ എതിർത്തിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്, നേർക്ക് നേരെ വരെ മടക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ നേർക്ക് നേരെ നടത്തണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ഔലിയ ഉണ്ടായിരുന്നു. ആ ഔലിയ ചെറിയ ഔലിയൊന്നല്ല. പള്ളിയിൽ ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോ പുറത്തൊരാൾ ഇങ്ങനെ ഇരിക്കുന്നു. ഉമർ റളിയല്ലാഹുവിനല്ലേ പള്ളിയിൽ ഇമാമക്ക്, ഖലീഫല്ലേ. അപ്പൊ പുറത്തൊരാൾ ഇരിക്കുന്ന കണ്ടപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മിഹ്റാബിന്ന് പുറത്തു നിന്നിട്ട് വെച്ചു, ആരടാ പുറത്ത് വെച്ചു. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഒരു ഔലിയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ വടിയെടുത്ത് ഔലിയാണെങ്കിൽ ഇഖാമത്ത് കൊടുത്ത സൊഫിലല്ലേ ഉണ്ടായാലും പുറത്താ പുറത്ത് ഇങ്ങനെ. എന്നിപ്പോ ആൾക്കാർക്ക് ഔലിയ അങ്ങനെയാണ്, നിസ്കരിക്കില്ല, നിസ്കരിക്കാത്തവൻ വലിയ ഔലിയാണ്. നീ ഹിത്താൻ ചെയ്യാത്തവനെ പറ്റി വേറെ എന്ത് പേരാ വരുന്ന അറിയില്ല. അള്ളാഹുത്തല കാത്തു രക്ഷിക്കട്ടെ. നിസ്കരിക്കാത്ത ആൾക്കാരത്തൊക്കെ പോയിട്ട് ഓരോരുത്തർ ഈത്തിക്കാഫ് ഇരിക്കുന്ന കാണുമ്പോ നമുക്ക് ചിരിയോട് ചിരിയാ വരുന്നത്. എന്താ സഹോദരങ്ങളേത്? എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഒറ്റ സ്ഥലത്തും പോയി നിങ്ങൾ വിട്ടുപോകരുത്. നിസ്കാരല്ല, നോമ്പില്ല, ഒരു സംഗതിയില്ല. കൺകെട്ട് വിദ്യകളും ജാലവിദ്യകളും ശീലമാക്കിയിട്ട് എന്തെങ്കിലൊക്കെ സിഹറും മറ്റേതും പഠിച്ചു വെച്ചിട്ട് ആളുകൾ വരുമ്പോ മാറി പരിശോധിച്ച് നോക്കുമ്പോ ക്യാൻസർ മാറിയിട്ടുണ്ട്. അയാളെ ഔലിയ അല്ലെങ്കിൽ പിന്നെ ആരാ ഔലിയ? ഓ എന്നാ പിന്നെ ഔലിക്കാർ എത്ര കൊടുക്കണം ഔലിയക്കാർ? നമ്മളെ നാട്ടിൽ നല്ല ഒരു വൈദ്യൻ, അദ്ദേഹം പച്ചമരുന്നിന് വിദഗ്ധനാണ്. ചില രോഗങ്ങൾക്കൊക്കെ പച്ചമരുന്ന് നിർദ്ദേശിച്ചാൽ 2 ദിവസം കൊണ്ട് ആ അസുഖം മാറും. അയാൾ ഔലിയാവോ? ആകോ? സഹോദരങ്ങളെ, എന്തെങ്കിലും ഇങ്ങനത്തെ വിദ്യകൾ പഠിച്ചു വെച്ചിരുന്നിട്ട് ഔലിയാകൂല. അങ്ങനെ പോയി കുടുങ്ങരുത് ആരും. എത്രയോ സഹോദരിമാരങ്ങനെ പോയി പെടുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പോയി കുടുങ്ങരുത് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹുവിന് വടിയെടുത്തപ്പോ ഈ ഇരിക്കുന്ന മനുഷ്യന് പാറിയിട്ടങ്ങ് പോയി. പാറിപ്പോയപ്പോ ഉമർ റളിയല്ലാഹുവിന് തോറ്റുപോയോ? ഇല്ല. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, അങ്ങനെ പറക്കണ ഔലിയാണെങ്കിൽ കാട്ടിലിരുന്നാൽ മതി, നാട്ടിൽ വന്നാൽ ഇഖാമത്ത് കൊടുത്താൽ ജമാഅത്ത് കൂടിക്കോളണം, ഇഖാമത്ത് കൊടുത്താൽ ജമാഅത്തിലേക്ക് കയറണം. ഇവിടുത്തെ ഔലിയ ഞാനാണ്, ഞാൻ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ പോകാണ്. വേറൊരു ഔലിയ പുറത്ത് വന്നാല് സൊഫിൽ വന്ന് ഇമാമായി നിസ്കരിച്ചോളണം. അല്ലാതെ നിസ്കാരം ജമാഅത്തൊക്കെ നടക്കുമ്പോ പുറത്തിരുന്നിട്ട് അങ്ങനെ ഒരു ഔലിയ അതിവിടെ സമ്മതിക്കൂല. വടിയെടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, കാട്ടിലിരുന്നാ മതി. വേറൊരു സ്ഥലത്താ നിസ്കാരം, വേറെ സ്ഥലത്താ ജമാഅത്തൊക്കെ എങ്കിലേ നാട്ടിലിറങ്ങിയിട്ട് ആളടങ്ങാറാക്കരുത്. നിങ്ങൾ എവിടെങ്കിലും പോയി നിസ്കരിച്ചു. നാട്ടിൽ വന്ന നാട്ടിലെ വലിയപ്പ ഞാനാണ്, ഞാൻ പറയുമ്പോഴാണ് കേൾക്കണം. അങ്ങനെയാണ്. അതിന് സിദ്ധാന്തമുണ്ട്. വലിയ വലിയ ഇമാമിയങ്ങളൊക്കെ അതിന്റെ ചിട്ടയും രൂപം അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ കള്ളന്മാര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയ ആൾക്കാർ പറയും. കുറച്ച് ആൾക്കാർ അതിനായിട്ടുണ്ടാകും, അവിടെ കുറച്ച് ഫീസബീലായിട്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അല്ലാതെ സബീലായിട്ട് നിൽക്കുന്നുണ്ടാവും. അവരോട് ചോദിക്കും, അല്ല എന്താ ഉസ്താദ് എന്താ ജുമാക്ക്? ഉസ്താദിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, ഉസ്താദ് മുറാഖബയിലാണ്. അപ്പൊ ഈ സാധാരണക്കാരൻ ഓൻക്ക് എന്ത് മുറാഖബ? നിങ്ങൾക്ക് മുറാഖബന്ന് ഞാൻ പറഞ്ഞോട്ട് വന്ന് തിരിഞ്ഞോ? അപ്പൊ ഈ കേൾക്കുന്ന ആൾ വിചാരിച്ചു, പടച്ചോനെ മുറാഖബ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിയിലും കോഴിക്കോടും കാസർഗോഡൊന്നും കിട്ടാത്ത എന്തോ ഒരു സംഭവമാണ്, ഒരു മഹാസംഭവം. മുറാഖബയിലുള്ള ആളാണെങ്കിൽ ആള് നേരത്തെ എത്താൻ വേണ്ടി പള്ളിയിൽ, അയാൾക്ക് നേരത്തെ എത്തല്ലേ വേണ്ടിയത്. ഇമാം ഷാറാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സൂഫിയാക്കളായ ആളുകൾ അവർ ജമാഅത്തിനെ നിർബന്ധമായി കാണുന്ന ആൾക്കാരാണ്. നിർബന്ധം പോലെ കാണും, സുന്നത്ത് പോലല്ല, നിർബന്ധം പോലെ കാണും. അത്രയും കണിശതയായിരിക്കും അവർക്കതില്. വിട്ടുവീഴ്ച അവർ സ്വീകരിക്കൂല, ഉദുറുകൾ അവർ സ്വീകരിക്കൂല. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. ഇപ്പൊ എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ മതി, അതുകൊണ്ട് പോയി കുടുങ്ങാൻ നിൽക്കരുത്. ഈ മനുഷ്യൻ, ഈ വലിയ സാഹിർ മുകളിലേക്ക് ഇങ്ങനെ പറന്നിങ്ങനെ ഉയർന്നപ്പോ ഖാജാ തങ്ങൾ പേടിച്ചോ? ഇല്ല. കൂടുള്ളവരും പേടിച്ചില്ല. ഖാജാ തങ്ങൾ തന്റെ മെതിയടിയിലെ കാലിൽ ധരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പിനോട് പറഞ്ഞു മുകളിലേക്ക് ഉയർന്നിട്ട് 2 കൊട്ടുകൊട്ടി താഴെ ഇടാൻ. ആ പറക്കുന്ന ആളെ
കാലിൽ ധരിക്കുന്ന മെതിയടിയോട് ചെരുപ്പിനോട് പറഞ്ഞു ഒന്ന് പൊങ്ങിയിട്ട് 2 കൊട്ട് കൊട്ടിയിട്ട് താഴെയിടാൻ പറഞ്ഞു. മെതിയടി അതാ പൊങ്ങുന്നു. മുകളിലെത്തിയിട്ട് 2 കൊട്ട് കൊട്ടിയപ്പോ തായോട്ട് പതാ വീണുപോയി. തായോട്ട് ഒരു ശബ്ദം കൊണ്ട് അദ്ദേഹം തായോട്ട് വീണുപോയി. സഹോദരങ്ങളെ, മെതിയടിയോട് അങ്ങനെ നിർദ്ദേശം കൊടുത്താലും മെതിയടി ചെയ്യുമോ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മെതിയടി എടുത്ത് എറിഞ്ഞിട്ടില്ലേ? കഫീലക്കാരേ കള്ളര് ഫൂടിച്ചാരേ കണാനിലത്തുന്ന് ഖബ്ഖാബാൽ കൊന്നോവർ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹാശിഷ്യന്മാർക്കിടയിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തുമ്പോ സുബ്ഹാനല്ലാഹ് വളരെ ഗൗരവ രൂപത്തിൽ ഉസ്താദ് ദർസിന്റെ ഇടയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശിഷ്യന്മാര് നോക്കുന്നു, ഉളു എടുക്കുന്നു. ഉളു എടുത്തിട്ട് കാല് രണ്ടും കഴുകിയിട്ട് വലത്തെ കാലിൽ ധരിച്ച മെതിയടി ഊരി ഒരൊറ്റ ഇറങ്ങു കൊടുത്തു. പിന്നെ അടുത്ത കാലിലെ ചെരുപ്പും ഊരിയിട്ട് രണ്ടാമതും എറിയുന്നു. എറിഞ്ഞിട്ട് ഉസ്താദ് വരുമ്പോ ചോദിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല. മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ട്. ഒന്നും അവർ ചോദിച്ചില്ല. പേടി കൊണ്ട്, ബഹുമാനം കൊണ്ട്. ചോദിക്കുന്നത് ഉചിതമല്ല എന്ന് കരുതി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോ അതാ കുറെ കച്ചവടക്കാര് വരുന്നു. ആ കച്ചവടക്കാരെ കയ്യിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, നേർച്ച വസ്തുക്കളുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്കാണ്? ഞങ്ങൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാണാൻ പോവുകയാണ്. അപ്പൊ ശിഷ്യന്മാർ നോക്കുമ്പോ ഉസ്താദിന്റെ 2 ചെരുപ്പും അവരെ കയ്യിലുണ്ട്. ഇത് ഞങ്ങളെ ഉസ്താദിന്റെ മെതിയടിയാണല്ലോ, അത് എവിടുന്നാ കിട്ടിയത്? അതെ, ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ചെരുപ്പാണ് എന്ന് കരുതിയിട്ടാ ഞങ്ങൾ ഇതെടുത്തത്. ഞങ്ങൾ കച്ചവട സംഘമാണ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടൊരു സ്ഥലത്തെത്തിയപ്പോ കൊള്ളക്കാര് ഞങ്ങളെ പിടിച്ചു കെട്ടി. ഞങ്ങളെ കയ്യിലുള്ള വസ്തുവകകൾ, ഞങ്ങളെ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ ദിർഹമും ദീനാറും അവർ കൊള്ളയടിച്ച് പലരെയും കെട്ടിയിട്ടപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന് നമ്മൾ വല്ലതും നേർച്ചയാക്കിയാലോ? നേർച്ചയാക്കിയാൽ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുമല്ലോ എന്ന് പറയേണ്ട താമസം നേർച്ചയുടെ വിഷയം പറഞ്ഞപ്പോഴേക്ക് വലിയൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത്തൊരു ശബ്ദവും കേട്ടു. പിന്നെ ഏതാ ഞങ്ങളെല്ലാവരെയും കെട്ടയിച്ച് വിട്ടിട്ട് ചോട്ടാ കൊള്ളക്കാര് പറഞ്ഞു, നിങ്ങളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥലം വിട്ടേക്കണം. ഞങ്ങൾ പോയി നോക്കുമ്പോ തലവന്മാരെ 2 പേരും ചെരുപ്പിന്റെ ഏറ് കൊണ്ടിട്ട് മരണപ്പെട്ട് കിടക്കുന്നു. ഈ ചെരുപ്പ് കണ്ടപ്പോ ഞങ്ങൾ മനസ്സിലാക്കി ഇത് ശൈഖ് ജീലാനി തങ്ങളെ മെതിയടിയായിരിക്കുമെന്ന് കരുതിയിട്ട് എടുത്തു വന്നതാണ്. അവര് ചോദിച്ചു, എന്നാണ് ഈ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞത്? എന്നാണ് ഈ ചെരുപ്പ് കൊണ്ട് അവിടെ സംഭവിച്ചത്? ആ കച്ചവടക്കാര് പറഞ്ഞ ദിവസവും ശിഷ്യന്മാര് ഉസ്താദ് എറിഞ്ഞ ദിവസവും രണ്ടും വെച്ച് കൂട്ടി നോക്കുമ്പോ രണ്ടും ഒരേ ദിവസമാണ്. ശരിയാണ് ഇവര് പറയുന്നത്. ഉസ്താദ് എറിഞ്ഞ അതേ ദിവസം തന്നെയാണ് സംഭവം സംഭവിച്ചത്. എത്രയോ കിലോമീറ്റർ അകലെ നടക്കുന്ന സംഭവം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ലൈവായി കാണിച്ചു കൊടുത്തു. ഓൺലൈനിന്റെ ഉപകരണങ്ങളും സഹായങ്ങളും ഒന്നും വേണ്ട. ഔലിയാക്കളെ ഖൽബില്ലയോ, അത് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഓൺലൈനാണ്. ഓൺലൈൻ ചിലപ്പോഴൊക്കെ കട്ടായി പോകാറില്ലേ? റേഞ്ച് കുറഞ്ഞിട്ട് നിലച്ചു പോകാറില്ലേ? ചിലപ്പോ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും സംഗതിക്ക് വേണ്ടി നിർത്തിവെച്ചാ നിലക്കാറില്ലേ? പക്ഷേ ഇവരെ ഖൽബുണ്ടല്ലോ, അതങ്ങനെ കെട്ടുപോകൂല. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന. ആത്മജ്ഞാനികളുടെ ഹൃദയങ്ങൾ, അതിന് പ്രകാശപൂരിതമായ വേറെ കണ്ണുകളുണ്ട്, കാഴ്ചകളുണ്ട്. സാധാരണ നോക്കുന്നവര് നോക്കിയാൽ കാണാത്ത ഒരുപാട് അത്ഭുതങ്ങള് ദൂരം വ്യത്യാസമില്ലാതെ, ആളുകൾ വ്യത്യാസമില്ലാതെ അവര് കാണുന്നു, മനസ്സിലാക്കുന്നു, പ്രതികരിക്കുന്നു. കച്ചവടക്കാര് ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തി നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്തു. ഈ 2 ചെരുപ്പും കൊടുത്തിട്ട് ഉസ്താദിന്റെതല്ലേ എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ അവിടെ ബുദ്ധിമുട്ടിലായ സമയത്ത് നേർച്ചയാക്കിയാലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ നിങ്ങളെ സഹായിച്ചു പോയി. അങ്ങനെ 1, 2, 10 സംഭവങ്ങളല്ല, ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ